ഇപ്പം ഈ രാത്രിയിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം നടക്കുന്ന ഈ പ്രശ്നങ്ങൾ, പ്രകൃതിക്ഷോഭം നടക്കുന്നു, ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ ജീവൻ അപകടത്തിലാകുന്നു, മരണങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെയുള്ള കാരണങ്ങളെല്ലാം കണ്ടപ്പോഴാണ് എനിക്ക് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിനെ കുറിച്ച് ഞാനൊന്ന് ഒന്ന് നോക്കി എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത്. പ്രകൃതിക്ഷോഭമാണ്. പ്രകൃതിക്ഷോഭത്തെ നമുക്ക് തടയാൻ പറ്റത്തില്ല. ഒരുപാട് പേര് എന്താ പറയുന്നത്, അവരുടെ സ്വപ്നങ്ങളുമായിട്ട് അവര് ജീവിക്കുന്ന സ്ഥലങ്ങളിൽ പുതിയ വീടുകൾ പണിത് താമസിക്കുന്ന സ്ഥലങ്ങൾ ഇതെല്ലാം ഒറ്റയടിക്ക് വാനിഷ് ആവുകയാണ്. ഒരു മലവെള്ളപ്പാച്ചിൽ കുത്തി ഒഴുകി വരുന്ന പാറകളും മണ്ണും എല്ലാം കൂടെ വന്നിട്ട് എന്താ പറയുന്നത്, കിടപ്പാടവും ഇല്ല, കിടന്ന ആളും ഇല്ല എന്ന് പറയുന്ന സങ്കടകരമായ ഒരു അവസ്ഥയാണ്. അപ്പൊ ഇതിനൊക്കെയുള്ള ഒരു കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, ഉരുള് പൊട്ടാനുള്ള കാരണം എന്നാന്ന് വെച്ചാൽ മണ്ണിന് ബലമില്ലാതെ വരുന്നതാണ്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, വെള്ളം നിറഞ്ഞ് മണ്ണിന് താങ്ങാൻ പറ്റാത്ത രീതിയിൽ ഒരു ഇത് വരുമ്പോഴത്തേക്കും അത് കുത്തിയൊലിച്ച് വരികയാണ്. അതിനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മരങ്ങൾ മുറിക്കപ്പെടുന്ന ഒരു കാരണമായിട്ട് കാണപ്പെടുന്നു. മരം അതായത് ഈ വേരുകൾ മണ്ണിനെ പിടിച്ചു നിർത്താനായിട്ട് പറ്റുമെന്നാണ് എനിക്ക് മനസ്സിലാക്കിയത്. എൻ്റെ ചെറിയ അറിവുകളാണ്. ഇതിലെന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ സംസാരിക്കാവുന്നതാണ്. അതായത് നമ്മൾ മരങ്ങളെല്ലാം മുറിച്ച് പോകുമ്പോഴത്തേക്കും ആ വേരോടുകൂടി അത് പോകുമ്പം അത് മണ്ണിനെ പിടിച്ചു നിർത്താനുള്ള ആ ഒരു 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 ബലമാണ് അവിടെ നഷ്ടപ്പെടുന്നത്. രണ്ടാമതൊരു കാര്യം, പാറ പൊട്ടിക്കുന്നത് വലിയ പ്രശ്നമാണ്. അവിടെ നടത്തുന്ന സ്ഫോടനങ്ങളെല്ലാം ഭൂമിക്ക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ ഈ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തതിൻ്റെ എല്ലാം ഇപ്പൊ ഈ കാലങ്ങളിൽ അനുഭവിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കാര്യം. ഉരുൾപൊട്ടലിന്റെ ഒന്ന് രണ്ട് കാരണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. പിന്നെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതായത് ഈ വഴിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല പാറയൊക്കെ നിൽക്കുന്നിടം പിളന്ന് അവിടെ വഴി ഉണ്ടാക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ, തുരങ്ക നിർമ്മാണങ്ങൾ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അശാസ്ത്രീയപരമായ രീതിയിൽ പ്രകൃതിയെക്കുറിച്ച് ഒരു പഠനം നടത്താതെ, പ്രകൃതിയുടെ ഒരു എന്താ പറയുന്നത്, നമുക്ക് പ്രകൃതിയെ നന്നായിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പൊന്നു വിളയിക്കുമെന്നാണ് പറയുന്നത്, നല്ല രീതിയിൽ നോക്കിയാൽ. പക്ഷെ പ്രകൃതിക്ക് ഹാനികരമായ രീതിയിൽ മനുഷ്യന്മാർ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും പിന്നീട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. എല്ലാം എന്താ പറയുന്നത്, നമ്മളും ഒരു കാരണമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഓരോ ആൾക്കാരുടെയും ജീവന് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ. ഞാൻ ഇതിനെക്കുറിച്ച് ജസ്റ്റ് ചുമ്മാ ഒന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, മരങ്ങൾ ഇങ്ങനെ വെട്ടി 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 കൊണ്ടുപോവുകയാണ്. പിന്നെ എന്താ പറയുന്നത്, ഒരു ചില സമയങ്ങളിൽ അതായത് ഒരു പ്രത്യേക ഡേറ്റ് വരുമ്പോഴത്തേക്കും മാത്രം മരം നടല് പരിപാടികൾ എല്ലാം ഉണ്ട്. ചെടി നടൽ, അതൊക്കെ നമുക്ക് ആ ഒരു ഡേറ്റിൽ മാത്രമേ ഉള്ളൂ. പിന്നെ അത് പറിച്ചു കളയാൻ ഭയങ്കര എളുപ്പമാണ്. കാടാന്നും പറഞ്ഞ് പറിച്ചു കളയും. അതൊക്കെ പോട്ടെ. അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ നേരിടണം എന്നുള്ള ഒരു കാര്യമുണ്ട്. അതിനെക്കുറിച്ചും കൂടെ എനിക്കൊന്ന് പറയണമെന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം. മരങ്ങൾ പ്രകൃതിയെ സംരക്ഷിക്കും. നമ്മൾ കാട് വെട്ടി പോവുകയാണ്. എന്താ പറയാ, നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടും വികസനത്തിനും വേണ്ടിയിട്ട് കാട് വെട്ടിക്കളയുമ്പോൾ പ്രകൃതി ഇങ്ങനെ ശോഭിക്കും. ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇതൊക്കെ. രണ്ടാമത്തെ കാര്യം, ഓരോ രീതിയിലുള്ള ഖനനങ്ങൾ, അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അത് അശാസ്ത്രീയപരമായ രീതിയിൽ ചെയ്യുമ്പോൾ, ഇപ്പൊ പാറ ഒട്ടിക്കൽ പോലുള്ള പരിപാടികൾ, മറ്റു പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ അത് ഭൂമിയിൽ ഉണ്ടാക്കുന്ന ഒരു ഇളക്കം, ഭൂമിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഇതുപോലുള്ള ഇളക്കങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാകുകയും അത് പിന്നീട് ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇങ്ങനെ എന്താ പറയുക, മഴക്കാലമൊക്കെയാണ്, അത് പ്രകൃതിക്ഷോഭം ഉണ്ടാകും. അതായത് പ്രത്യേകിച്ച് മണ്ണിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം, അത്രയധികം വെള്ളം മണ്ണിലേക്ക് വന്ന് മണ്ണ് കുതിർന്ന് മണ്ണിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോഴാണ് ഇതുപോലെയുള്ള ഉരുൾപൊട്ടലും കാര്യങ്ങളും എല്ലാം സംഭവിക്കുന്നത്. അപ്പം ശാസ്ത്രീയപരമായിട്ടുള്ള നിർമ്മാണങ്ങൾ, പിന്നെ പ്രത്യേകിച്ച് മലഞ്ചെരിവ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹൈ റേഞ്ച് ഏരിയകളിലൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പം ഉറപ്പായിട്ടും പാലിക്കേണ്ട ചില കാര്യങ്ങൾ, അതായത് ഭൂമിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഓരോരുത്തർ ഓരോ പഠന റിപ്പോർട്ടുകളും കാര്യങ്ങളും എല്ലാം സമർപ്പിക്കുന്ന സമയത്ത് വളരെ സില്ലി ആയിട്ട് ഇത് തള്ളിക്കളയും. വല്ലപ്പോഴും ഒരു ചർച്ചയിൽ മാത്രം ഒതുങ്ങി പോവുകയും ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ആയി ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് പറയണം, എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ. കാരണം ഇത്രയധികം
പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ. കാരണം ഒരു രാത്രി സമാധാനപൂർവ്വമായിട്ട് ഉറങ്ങാൻ കിടക്കുന്ന കുടുംബം രാവിലെ എഴുന്നേൽക്കുമ്പം ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച്. എത്ര ബുദ്ധിമുട്ടുകൾ നമ്മൾ കണ്ടു. വയനാട്ടിലെ വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ടതല്ലേ. വയനാട്ടിലൊക്കെ എത്ര കുടുംബങ്ങളാണ് പോയത്, എത്ര പേര് തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിൽ ആളുകൾ മണ്ണിനടിയിൽ ഇപ്പോഴുമുണ്ട്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ തന്നെ നമ്മളെ നശിപ്പിക്കുന്ന സാഹചര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അപ്പം നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ മരങ്ങൾ നട്ടുപിടിക്കുക, മരത്തൈകൾ നട്ടുപിടിപ്പിക്കുക. നമ്മൾ കാണുന്നതാണ്, നമ്മൾ മിക്ക സ്ഥലങ്ങളിലും കാണുന്നതാണ്, പറമ്പിലുള്ള മരങ്ങളെല്ലാം വെട്ടിക്കൊണ്ട് പോകുന്ന കാര്യങ്ങളാണ്. മരങ്ങൾ വെട്ടിക്കൊണ്ട് പോകുമ്പോൾ പിന്നെ പകരം അടുത്ത മരം വെക്കുവോ മരത്തൈ വെക്കുവോ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും മണ്ണിനെ പിടിച്ചു നിൽക്കാനുള്ള ആ ഒരു നമ്മൾ പറയത്തില്ലേ, കെട്ടുറപ്പില്ലാതാവുകയാണ്. പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. പിന്നെ വ്യക്തമായിട്ട് ഞാൻ മനസ്സിലാക്കിയത്തോളം ഒരു കാര്യം, നല്ല ഡ്രെയിനേജ് സംവിധാനങ്ങൾ, വെള്ളം ഒഴുകി പോകുവാൻ വേണ്ടിയിട്ടുള്ള ഡ്രെയിനേജ് സംവിധാനങ്ങൾ ഒന്നുകൂടെ ശക്തി ആക്കിയെടുക്കണം. അതിനുള്ള ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം പറയാം. ഇപ്പം നമ്മുടെ ആറ്റിലൂടെയോ തോട്ടിലൂടെയോ ഒക്കെ വെള്ളം ഒഴുകി പോകുമ്പോൾ നല്ലപോലെ വെള്ളം പൊങ്ങി വരുന്ന സാഹചര്യങ്ങളിൽ പോലും ചിലപ്പോൾ നമുക്ക് കാണാം കുറേ അധികം സാധനങ്ങൾ ഒഴുകി വരുന്നത്. അത് ചെടിയാകാം, മരത്തിൻ്റെ ആകാം, നമ്മളിട്ട വേസ്റ്റ് ഒക്കെ ആകും, ഒന്നിച്ചൊഴുകി വന്നിട്ട് എവിടെയെങ്കിലും സ്റ്റക്കായിട്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ വെള്ളത്തിന് ഒഴുകിപ്പോകാനുള്ള ആ ഒരു സംവിധാനം, ഒരു തടസ്സം ഉണ്ടാവുകയും പിന്നീട് അതിന് മുകളിലേക്ക് വെള്ളം ഒഴുകി കയറുകയും അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴാണ് ദിശ തെറ്റി ഒഴുകി പലയിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാകുകയൊക്കെ ചെയ്യുന്നത്, പല വീടുകളിലും വെള്ളം കയറുകയൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ എൻ്റെ വളരെ പരിമിതമായ അറിവുകൾ കൊണ്ട് ഞാൻ പറയുന്ന കാര്യമാണ്. ഇതിനെക്കുറിച്ചൊക്കെ വളരെ നല്ല രീതിയിൽ പഠനം നടത്തി, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒരു ഗവേഷണം തന്നെ നടത്തി, ഗവേഷണം ഒന്നും വേണ്ട, വളരെ സാധാരണക്കാരായ ഒരു മനുഷ്യൻ ചിന്തിച്ചെടുത്താൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു സിസ്റ്റം ഇനി മുതലാണെങ്കിൽ പോലും നമുക്ക് പ്രകൃതിക്ഷോഭങ്ങളെ നമുക്ക് തടയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളെ കൊണ്ട് തടയാനായിട്ട് വാളുകൊണ്ട് വെട്ടാൻ വരുന്നവനെ തടയാൻ വേണ്ടി പരിചയം കൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥയല്ല ഇത്. ഓർക്കാപ്പുറത്ത് കിട്ടുന്ന അടിയാണ്. ആ അടിക്ക് നമ്മൾ എന്തെങ്കിലും ഒരു പരിഹാരം കാണുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ തന്നെ, ആദ്യം പറഞ്ഞ പോലെ തന്നെ മരങ്ങൾ നടുക, അതുപോലെ തന്നെ അനധികൃതമായിട്ടുള്ള അല്ലെങ്കിൽ അശാസ്ത്രീയപരമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിയായ രീതിയിൽ. ഇപ്പം നമുക്കറിയാം, വയനാട്ടിൽ രണ്ടാമതും ഉരുൾപൊട്ടിയ സമയത്ത് അവിടെ പറഞ്ഞിരുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടതാണ്. അവിടെ ഒരു തുരങ്കപാത ഉണ്ടാക്കുന്നുണ്ട്. അത് ശാസ്ത്രീയപരമായ രീതിയിലല്ല, അതിൽ കുറച്ച് പാളിച്ചകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. അപ്പം അങ്ങനെയുള്ള എക്സാമ്പിൾസ്, ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെ ഉള്ളപ്പോൾ നമ്മൾ ഇനിയെങ്കിലും ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താണ്, ഇനിയും ഓരോ വർഷങ്ങളും നമ്മൾ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ കാണേണ്ടിയിരിക്കുന്നു. പിന്നെ രണ്ടാമത് എൻ്റെ മനസ്സിലുണ്ടായ ഒരു ആശയമാണ്, അതായത് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ വരുമ്പം സഡനായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഉണ്ട്. ദുരന്ത നിവാരണ സംഘങ്ങൾ, അതുപോലെയുള്ള അഗ്നിശമന സേന, പോലീസിൻ്റെ ഇത്, അല്ലാതെ തന്നെ നാട്ടുകാരുടെ സപ്പോർട്ട് എല്ലാം ഉണ്ടെങ്കിൽ പോലും വളരെ സേഫായിട്ട് ഒരു രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ വേണ്ടുന്ന സജ്ജീകരണങ്ങൾ അല്ലെങ്കിൽ സംവിധാനങ്ങൾ നമ്മൾ തയ്യാറാക്കി വെക്കണം. അത് പഞ്ചായത്ത് തലത്തിലോ ഒക്കെ ആയിട്ട് അത് ഗവൺമെൻറ് ഇപ്പം എന്താ പറയുക, ആലോചിച്ചും കണ്ടും ചെയ്യേണ്ട കാര്യമാണ്. വ്യക്തമായ ഒരു പ്ലാനിങ്ങോടും കൂടി ഒരു ദുരന്തം വന്നു കഴിയുമ്പോൾ നമുക്ക് വരുന്നത് എപ്പോഴാണെന്ന് നമുക്ക് ഗണിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമുണ്ട്, അവർ പറയുന്ന ചില മുന്നറിയിപ്പുകൾ നമ്മൾ അവഗണിച്ചു വിടരുത്. കാരണം പല ആളുകളും ചെയ്യുന്ന ഒരു പരിപാടിയാണ്, ചിലപ്പം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് പറയുമ്പം ചിലപ്പോൾ പെയ്യത്തില്ല. അങ്ങനെ പലതവണ കേൾക്കുമ്പം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ്, പെയ്യാതിരിക്കാം. പക്ഷെ എന്നാലും ആ ഒരു മുന്നറിയിപ്പിനെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കണം. അല്ലാത്ത പക്ഷം നമ്മൾ സ്വാഭാവികമായിട്ടും പറയുന്ന അതിശക്തമായ മഴ പെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ മുടിഞ്ഞ വെയിലായിരിക്കും ഇനി വരാൻ, നമ്മൾ മനസ്സിലങ്ങ് ചിന്തിക്കുക. പക്ഷെ അവർ തരുന്ന ഓരോ മുന്നറിയിപ്പുകളും വളരെ വളരെ വിലപ്പെട്ടതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വെറുതെ തള്ളിക്കളയരുത്. അങ്ങനെയുള്ള മുന്നറിയിപ്പുകൾ എല്ലാവരും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ഹൈറേഞ്ച് ഏരിയകളിൽ താമസിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അങ്ങനെ മലഞ്ചെരിവുകളിൽ താമസിക്കുന്ന ആളുകൾ, അവരെ ഈ പറയുന്ന പോലെ നമ്മൾ എന്താ പറയുന്നത്, കാണുന്ന ഒറ്റ ഒരു ഉരുൾ പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും വീടും ഇല്ല ആളും ഇല്ല എന്ന് പറയുന്ന പരുവത്തിലേക്ക് പോവുകയാണ്. ഭയങ്കര സങ്കടകരമായ ഒരു അവസ്ഥയാണ്.
ഇങ്ങനെയുള്ള അവസ്ഥകൾ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വിഷമം, കാരണം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഈ വാർത്ത കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സങ്കടവും നെടുവീർപ്പും മാത്രമല്ല, നമ്മളെ കൊണ്ട് സഡനായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പരമാവധി നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വ്യക്തമായ രീതിയിൽ ഒരു പഠനം നടത്തേണ്ടിയിരിക്കുന്നു. അതിനു വേണ്ട ആളുകൾ, എന്താ പറയുക, നമ്മുടെ കേരളത്തിൻ്റെ ഗവൺമെൻറ് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മൾ ഈ പറയുന്ന ദുരന്തം വന്നതിന് ശേഷം അവിടെ വീട് പണിത് കൊടുക്കുന്ന ഒരു സംവിധാനം നല്ല കാര്യമാണ്. വീട് പണിത് കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ വീടും കൂടും ഒക്കെ ആയിട്ട് താമസിക്കുന്ന ആളുകൾ ജീവനോടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ, മുന്നോട്ടേക്ക് ഇനിയും ഇരിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടുന്ന സുരക്ഷ, എന്ത് സുരക്ഷിതമായ കാര്യങ്ങളാണ് ഇനി ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്, അതിപ്പം ആ ഒരു സ്ഥലത്തെ പറ്റി ഈ ഇങ്ങനെയുള്ള ഹൈ റേഞ്ച് ഏരിയകൾ, മലഞ്ചെരികളിൽ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തെ പറ്റി പഠനം നടത്താൻ അതിനൊക്കെയുള്ള സംവിധാനങ്ങളുണ്ടല്ലോ. ഗവൺമെൻറ് തലത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ, പഞ്ചായത്ത് തലത്തിൽ നമുക്ക് ഇതിനെപ്പറ്റി ഒരു സർവേയും ഓരോ വീടുകളിൽ താമസിക്കുന്ന ഏരിയ വൈസ് തിരിച്ച് അപകടകരമായ സ്ഥലത്താണോ താമസിക്കുന്നത്, അല്ലാത്ത സ്ഥലത്താണോ താമസിക്കുന്നത് തരം തിരിച്ചെടുത്തു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു വിവരണം എടുത്തതിന് ശേഷം ആ ഒരു കിട്ടിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വേണ്ട നടപടികൾ സ്വീകരിക്കാമല്ലോ. ഇതൊക്കെ എൻ്റെ ചിന്തയിൽ വന്ന കുറച്ച് കാര്യങ്ങളാണ്. ഞാനത് ഈ സമയത്ത് എനിക്ക് കുറച്ച് വിഷമത്തോടു കൂടി പറയുന്നതാണ്. കാരണം ഈ പാലായിൽ തന്നെ പൂഞ്ഞാറിൽ ഉണ്ടായ സംഭവം എനിക്ക് വളരെ, മരണം ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ വേദനാജനകമായ കാര്യമാണ്. പക്ഷെ അവിടെ ഒരു അമ്മയും മകനും എന്താ പറയുക പോയി ഉരുൾ പൊട്ടിയപ്പോൾ പോയത് വളരെ സങ്കടകരമായ, മരണം ഉണ്ടാകുന്ന എല്ലാവർക്കും മരണം ഉണ്ടാകുന്ന സങ്കടമുള്ള കാര്യമാണ്. പക്ഷെ അവിടെ ആ മകൻ പോലും അപകടത്തിൽപ്പെട്ട് പ്ലാസ്റ്റർ ഇട്ട് കിടന്നിരുന്ന ഒരു സാഹചര്യമാണ്. ഒന്ന് അനങ്ങാനും തിരിയാനും പറ്റാത്ത സാഹചര്യത്തിൽ പോലും എന്താ പറയുക, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കാണുമ്പം നമുക്ക് വിഷമമുണ്ട്. അപ്പം എൻ്റെ ഈ ചെറിയ അറിവുകൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊരു വീഡിയോ ആയിട്ട് ചുമ്മാ പോകാതിരിക്കട്ടെ. ആർക്കെങ്കിലും ഉപകാരം ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും, ഇപ്പം ഞാൻ ഈ 1-2 കാര്യങ്ങൾ ഇതിനകത്ത് മെൻഷൻ ചെയ്താൽ മാത്രമേ ഉള്ളൂ. കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചർച്ച ചെയ്യട്ടെ. ഇനിയെങ്കിലും ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം ഒരു മഴ കഴിഞ്ഞേച്ച് പിന്നീട് എന്താ പറയുക, നമുക്ക് നേരത്തെയും ഇതുപോലെ തന്നെ മഴക്കെടുതികൾ ഉണ്ടായിട്ടുണ്ട്. അന്നും മഴക്കെടുതിയുടെ സമയത്ത് എല്ലാവരും ഉണ്ട്, എല്ലാ രക്ഷാപ്രവർത്തനം സംവിധാനങ്ങളെല്ലാം വരും. നമുക്കറിയാം, അങ്ങനെ ബോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികൾക്ക് വന്ന് എന്തൊക്കെ സഹായങ്ങളാണ് ചെയ്തതെന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇനിയെങ്കിലും നമ്മൾ പ്രകൃതി സംരക്ഷണം നടത്തുക. രണ്ടാമത് പ്രകൃതി സംരക്ഷണം, മരങ്ങൾ ഒരുപാട് മരത്തൈകൾ നട്ട് മരങ്ങൾ ഇതാക്കുക. ഭൂമിയെ സംരക്ഷിക്കാൻ അതൊക്കെയേ ഉള്ളൂ. അനധികൃതമായിട്ടുള്ള എന്താ പറയുക, നിർമ്മാണ പ്രവർത്തനങ്ങൾ, അശാസ്ത്രീയപരമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക. പിന്നെ ഈ പറഞ്ഞ നല്ല ഡ്രെയിനേജ് സംവിധാനങ്ങൾ, വെള്ളം ഒഴുകി പോകുവാനുള്ള സംവിധാനങ്ങൾ. ഒരു ഓടയൊക്കെ നിർമ്മിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം എന്നാ, ഒരു ഓട നിർമ്മിക്കും, ശരിയാണ്, അത് നിർമ്മിച്ചു കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് വേസ്റ്റ് വന്ന് അടിയും. എങ്ങനെയാണെന്ന് പറഞ്ഞാലും അതല്ലേ, ഒഴുകുന്ന വെള്ളത്തിനിടയിൽ പല പല കാര്യങ്ങൾ ഒഴുകി വരും, എവിടെയെങ്കിലുമൊക്കെ അടിയും. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അതൊക്കെ കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് വിടുകയാണെങ്കിൽ ആ ഒഴുക്കിനെ നമുക്ക് തടഞ്ഞു നിൽക്കാതെ അത് കൃത്യമായിട്ട് പോകേണ്ട രീതിയിൽ പോകാനുള്ള ഇതൊക്കെ ഉണ്ടാകും. ഇത്രയൊക്കെയാണ് എനിക്കിതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. നമുക്ക് വിഷമമാണ്, ആർക്കും അപകടം വരാതിരിക്കട്ടെ. ഇനി ഒരു കാര്യം കൂടെ അവസാനം പറയാനുള്ളത്, ഈ മഴക്കാലത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ വെള്ളം പൊങ്ങുന്നത് കാണാനും വെള്ളക്കെട്ടുകൾ കാണാനും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ പോകും. അതൊരു വളരെ രസകരമായ രീതിയിൽ ആളുകൾ കാണുന്നുണ്ട്. ശരിയാണ്, അതിൻ്റെ അകത്ത് വെള്ളം പരിപാടികളൊക്കെ രസമുള്ള പരിപാടിയാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണാൻ പോവുകയും അതിൻ്റെ വീഡിയോ ചിത്രീകരിക്കുകയും, ഞാനും അതിൻ്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തു വെക്കാറുള്ള ആളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കുന്നതൊക്കെ അതിലൊരു രസമൊക്കെ ഉള്ളതാണ്. പക്ഷേ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്, അവിടെ ചെന്ന് പെടാതിരിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഓരോരുത്തരും, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഓരോ വീടിൻ്റെയും അത്താണിയായിരിക്കും, അല്ലെങ്കിൽ ഓരോ വീടിനും സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന, നമ്മൾ ആ വീട്ടിലെ ജോലിക്കൊക്കെ പോയി അരിയും സാധനങ്ങളും വാങ്ങിച്ച് ആഹാരം, അല്ലെ നമ്മളെ കൊണ്ടായിരിക്കും ആ വീട്ടിലെ അത്താഴം ഉണ്ടെന്ന്, ആ അത്താഴം മുടങ്ങിപ്പോകാതിരിക്കുവാനായിട്ട്
എല്ലാവരും അവനവൻ സ്വയമേ തന്നെ ഒരു ജാഗ്രത പാലിക്കണം. ആവേശം മൂത്ത് അപകടത്തിൽ ചാടരുത്, അപകടത്തിൽ പെടരുത്. ഈ ഒരു അവസരത്തിൽ എനിക്കിത് പറയണം തോന്നി. കുറച്ച് കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനത് നിർത്തുകയാണ് ഇന്നത്തെ വീഡിയോ. എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യണമെന്നോ ഒന്നുമില്ല. നിങ്ങൾക്ക് എന്താ പറയുക, ഏതെങ്കിലും ഒരു പോയിന്റ്, 1 മിനിറ്റെങ്കിൽ 1 മിനിറ്റ് നിങ്ങൾക്ക് കണ്ടപ്പോൾ എന്തെങ്കിലും ഒരു തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ആ ഒരു ആശയങ്ങൾ മനസ്സിൽ വരട്ടെ, മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്ത് എന്താ പറയുക, എന്തെങ്കിലും ഒരു റെമഡി ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ചുമ്മാ ഒരു വീഡിയോ ചെയ്ത് പോയിട്ട് കാര്യമില്ല, അതിൽ എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ. എപ്പോഴും നമ്മൾ വേസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ചെയ്യാറുണ്ട്, ഉപയോഗപ്രദമല്ലാത്ത ഒരുപാട് വീഡിയോ ചെയ്യാറുണ്ട്, ഉപകാരപ്രദമല്ലാത്ത വീഡിയോസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇടയ്ക്കെങ്കിലും ഒരു ഉപകാരമുള്ളൊരു വീഡിയോ ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കണം എന്ന് തോന്നിയത്. അപ്പം എല്ലാവരും ഇതൊക്കെ ഒന്ന് കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. കാരണം ഇനിയും വരുന്ന തലമുറയ്ക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടട്ടെ. കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കിയാൽ മാത്രം പോരാ, അത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഭൂമിയെ നമ്മൾ സംരക്ഷിക്കേണ്ടതും കൂടെയുണ്ട്, അതും അത്യാവശ്യമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.